നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 29-ാം തീയതി 1200-ാം ആണ്ട് കർക്കടക മാസം 13-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ദിവസം നല്ലതല്ല. ചൊവ്വാഴ്ച ചൊവ്വ പൊതുവെ ഭൂമികാരകനാണ്. അതുപോലെ നെഗറ്റീവ് ഗ്രഹങ്ങളിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം. ശത്രുഗ്രഹമായതുകൊണ്ട് ശത്രുക്കളുടെ എണ്ണം കൂടാനും പലതരത്തിൽ ശത്രുഭയം ഉണ്ടാവാനും ഒക്കെ ഇടവരുന്ന ഇപ്പോൾ മേലുദ്യോഗസ്ഥരുടെയും കീഴുദ്യോഗസ്ഥരുടെയും അപ്രീതി ഉണ്ടാവാം. അപ്പോൾ ഇതിലൊക്കെ വളരെ ശ്രദ്ധാലുവായി പോവേണ്ട കാലയളവാണ്. അത് മാത്രമല്ല, നമുക്ക് കർക്കിടക മാസത്തിലെ ഉത്തര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വളരെ സൂക്ഷിക്കണം. ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ബർത്ത്ഡേ ഫലം നമ്മൾ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കണേ. ആളുകൾ ബർത്ത്ഡേക്ക് കൂടുതൽ പൂജാതി കർമ്മങ്ങളും പ്രാർത്ഥനയും ഒക്കെ എല്ലാവരും നടത്തുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഒരു വർഷത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാനുള്ള ശക്തി പകരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ കർക്കിടക മാസത്തിലെ ഉത്തര നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് സൂക്ഷിക്കണം. കാരണം തീപ്പൊള്ളലേക്കാം, സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വരാം. പ്രത്യേകിച്ച് ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസ് വഴക്കുകൾ ഉണ്ടാവാം. അതുപോലെ പലതരത്തിലുള്ള ശത്രുഭയം നമുക്ക് വരാം. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് പ്രധാനമായിട്ട് 2 ദേവതകളെ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നവരുണ്ട്. ഒന്ന് സുബ്രഹ്മണ്യ സ്വാമി മുരുകനും മറ്റൊന്ന് ശരിക്ക് ദേവിയും, ഭദ്രകാളി രൂപത്തിലുള്ള ദേവിയും. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. മുരുകന് ഭസ്മാഭിഷേകമോ പഞ്ചാമൃത അഭിഷേകമോ അർച്ചനയോ നടത്തണം. അതിനൊപ്പം തന്നെ ശ്രീ മുരുകയന്ത്രം അപകടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളുക. ചെയ്ത് പോകുമ്പോൾ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും എപ്പോഴും പറയുന്നതാണ് ഈ യാത്രയ്ക്ക് രാവുകാലം. യാത്രയ്ക്കാണ് രാവുകാലം. രാവുകാലം മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും ബാധകമല്ലെന്നാണ്. രാഹു എന്ന് പറയുന്നത് സർപ്പമാണ്. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് സർപ്പൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ പാമ്പ് ഇഴയുന്നത് പോലെ നമ്മളെ യാത്രയെ ഇഴയ്ക്കും. 1 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട നമ്മളെ 3 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ നമ്മളെ യാത്ര സുഖമാവില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ദൂരയാത്രകൾ നമ്മൾ ഈ രാവുകാല സമയത്ത് ഇറങ്ങാതിരിക്കുക. രാവുകാല സമയം വരുന്നത് ഇപ്പോൾ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 3:30 മണി മുതൽ 3 മണി മുതൽ 4:30 മണി വരെ എന്നാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കോമൺ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത്തെ രാവുകാല സമയം തുടങ്ങുന്നത് 3:38 തുടങ്ങുകയുള്ളൂ. 5:12 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക് ഒഴിവാക്കുക. പിന്നെ ഒന്നിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും. അതിൽ ഗുളികൻ്റെ സമയം വരുന്നത് 12:31 തൊട്ട് 2:04 വരെയും യമകണ്ഠ കാലസമയം വരുന്നത് 9:24 മുതൽ 10:58 വരെയും. ഈ സമയം പകലുള്ള സമയമാണെന്ന് അറിയുക. പലരും ചോദിച്ചിട്ടുണ്ട് രാത്രിയോ പകലോ എന്ന് ചോദിച്ചാൽ പകലാണ് നമ്മളിതിനൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നൊരവസ്ഥ വരും. പലപ്പോഴും നമുക്ക് ഇന്നത്തെ ദിവസം പോയാൽ ചിലപ്പോൾ നമുക്ക് പല ഓർഡറുകൾ നഷ്ടപ്പെടും. പല എഗ്രിമെൻറ്റുകൾ ചിലപ്പോൾ ഒപ്പിടേണ്ടി വരും. പലരുമായിട്ട് മീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതിൽ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:07 തൊട്ട് 12:55 വരെ
48 മിനിറ്റ് നേരം. ഈ സമയത്ത് ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് ഉപയോഗത്തിലെടുക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റെഡ് കളറ് കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥ. കാരണം അന്തരീക്ഷത്തിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന് ചൊവ്വയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനും നമുക്ക് നല്ല ഉത്തേജനവും ഉണർവും പോകുന്ന കാര്യങ്ങൾക്ക് വിജയവും വരാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ദിവസം നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.